ഈശ്വര, അരുണാണല്ലോ. ഹലോ. ആ, എന്താ? ഉറങ്ങിയോ? ആ, ഉറങ്ങായിരുന്നു. മോളോ? അവൾ ഉറങ്ങുക. അബിയോട് ഞാൻ എന്താ ചോദിക്കേണ്ടെന്ന്? ആ, ചോദിച്ചോളൂ. അബിക്ക് സുഖമാണോ? അന്ന് കണ്ട് പിന്നെ എനിക്ക് മനസ്സിലൊരു സുഖവും തോന്നുന്നില്ല. വീണ്ടും കാണേണ്ടി വന്നതുകൊണ്ടാണോ? അങ്ങനെ പറയല്ലേ. അബിയെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നോ. ഒടുവിൽ കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. എനിക്കും. ശ്രീകുട്ടി അവൾ അച്ഛനെ അന്വേഷിക്കാറുണ്ടോ? ആ, ഇപ്പൊ അവക്ക് സംശയം കൂടി വരിക. അച്ഛനെവിടാ, എനിക്ക് കാണണം. അച്ഛനും അമ്മയും എല്ലാവരും കൂടി കടൽ തീരകളിൽ ഓടിക്കളിക്കണം. അങ്ങനെ ഓരോ സ്വപ്നങ്ങളും മോള് പറയും. എന്താ ഒന്നും പറയാത്തെ? പാവ എന്റെ മോള്, അവൾക്ക് അതിനുള്ള ഭാഗ്യമില്ലാതെ പോയല്ലോ. സാരമില്ല, മോൾക്ക് പലപ്പോഴും അച്ഛന്റെ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ. അത് മതിയോ? ശ്രീകുട്ടിയുടെ മുമ്പിൽ എനിക്കാണെങ്കിൽ സത്യം വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ? അതൊന്നും ഓർത്ത് വെറുതെ വിഷമിക്കരുത്. ഇങ്ങനെ മനസ്സറിഞ്ഞ് ഒരാൾ ആശ്വസിപ്പിക്കാനുള്ളത് തന്നെ വലിയ കാര്യമാണ്. എനിക്കും അതെ. എന്നാ ശരി, അബി കിടന്നോ, ഞാൻ നാളെ വിളിക്കാം. വേണ്ട, ഞാൻ വിളിക്കാം. അതിങ്ങി തരാനാ പറഞ്ഞേ. എന്തിനാ ഈ പാതിരാത്രി നിങ്ങൾ ആരോടാ സുള്ളിക്കൊണ്ടിരുന്നെന്ന് എനിക്ക് അറിയണം. പറഞ്ഞേ ആരുമില്ല. ഫോൺ തരാൻ. അങ്ങോട്ട് അരുൺ, ഏട്ടത്തി, അമൃതേടത്തി, ഏട്ടത്തി. എന്താ ഐശ്വര്യ, എന്താ നീ വല്ലാതിരിക്കുന്നെ? ഐശ്വര്യ, എന്തു പറ്റി? അരുണിന് എന്തെങ്കിലും സുഖമില്ലാതെ? ആ, സുഖമില്ല. അത് പക്ഷെ മനസ്സിനാ. ഈ കണക്കിന് മുന്നോട്ട് പോയാലേ ഞാനും അതേ അവസ്ഥയിലാവും. ഐശ്വര്യ, എന്താ കാര്യം ഒന്ന് തെളിച്ചു പറയേ. മൂത്തയാളെ കണ്ടല്ലേ ഇളയാള് പഠിക്കുന്നേ. സ്വന്തം വീട്ടില് അവരെ മാത്രം പ്രതീക്ഷിച്ച് ഒരു ഭാര്യ ഉണ്ടെന്ന ചിന്ത വേണ്ടേ? ഐശ്വര്യ ഇതുവരെ കാര്യം എന്താണെന്ന് തെളിച്ചു പറഞ്ഞില്ല. നിങ്ങൾ രണ്ടാളിപ്പോ അങ്ങോട്ടേക്ക് വാ. എന്നിട്ട് പുന്നാരനിയനോട് നേരിട്ട് ചോദിക്ക്, ഭാര്യയായിട്ട് ഞാൻ മാത്രം പോരേന്ന്. നീ എന്തൊക്കെയാ ഐശ്വര്യ പറയുന്നേ? ഏട്ടത്തി പലതും കണ്ട് കണ്ണടയ്ക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഓരോന്ന് കണ്ടോ ഞാൻ മിണ്ടാതിരിക്കില്ല. ഐശ്വര്യ, ഉറക്കത്തുനിന്ന് വിളിച്ചുണർത്തി വെറുതെ ആളെ വിട്ടിയാക്കരുത്. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയും. അരുൺ ഇപ്പൊ എന്നെ വേണ്ടാന്ന്. മറ്റേതോ ഒരു പെണ്ണുമായിട്ട് ഫോൺ വിളിയും സംസാരമോ ഏത് പാതിരാത്രിയിലും. വെറുതെ ഓരോന്ന് സങ്കല്പിച്ച് പറയാതെ ഐശ്വര്യ. അത് നേരെ പോകുന്ന നിന്റെ ജീവിതത്തെ ബാധിക്കും. ഇല്ല, ഇനി എന്റെ ജീവിതം നേരെ പോകുന്നു തോന്നുന്നില്ല. ഒന്നുകിൽ അവള്, അല്ലെങ്കിൽ ഞാൻ.
രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കണം. ഐശ്വര്യ, നീ ഏതാ അവളുടെ കാര്യം പറയുന്നത്? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്താ അവളുടെ പേര്? എവിടെയുള്ള ആളാ അത്? പറയേ. അതൊന്നും എനിക്കറിയില്ല. അരുൺ സംസാരിക്കുന്നത് ഒരു പെണ്ണിനോടാ. ഫോൺ തന്നില്ല. അപ്പൊ തന്നെ അത് കള്ളത്തരാണെന്ന് അറിയായിരുന്നു. അപ്പൊ ആരാ എന്താന്നൊന്നും നിനക്ക് വ്യക്തമല്ലല്ലേ? ഞാൻ പിടിക്കും. വളരെ താമസിയാതെ ആളെ കണ്ടുപിടിക്കും. അന്ന് അവളുടെ അന്ത്യോ. ഐശ്വര്യ, ജീവിതത്തിൽ ഇങ്ങനെ സംശയത്തിന്റെ വിത്ത് വീണാ പിന്നെ ഒരു കുടുംബജീവിതവും മുന്നോട്ട് പോയില്ല. ഒടുവിലത് തകർച്ചയിലെ അവസാനിക്കൂ. അത് നീ ഓർത്തോ. അമൃതയിടത്തേക്ക് ഭർത്താവിന്റെ കാര്യത്തില് അങ്ങനെ ക്ഷമിക്കാൻ പറ്റുമായിരിക്കും. അത് എത്ര കഷ്ടമായ അവസ്ഥയാണെന്നേ ഞാൻ പറയൂ. ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് എന്റെ ആദ്യേട്ടനെ ശരിക്കറിയാം. ആദ്യം എന്നെയും. ഞങ്ങൾക്കത് മതി. ഐശ്വര്യ, ചെല്ല്, പോയി കിടക്ക്, സമാധാനമായിട്ടിരിക്കെ. നമുക്ക് നോക്കാം. ഞാൻ അരുണിനോട് സംസാരിക്കാം. അത് മതിയല്ലോ. അതെ, അതാ നിന്റെ ശരി. ഇപ്പൊ നീ പോയി സമാധാനമായിട്ട് ഉറങ്ങിക്കോ. എല്ലാം ഞാൻ ഏറ്റു. ചെല്ല ഐശ്വര്യ, ഞാനല്ലേ പറയുന്നേ. ചെല്ല ഐശ്വര്യ. ഐശ്വര്യക്ക് എല്ലാ സംശയം ആദ്യേട്ടാ. അത് വെറും സംശയമാണെന്ന് തോന്നുന്നില്ല. ഞാനും കുറച്ചു ദിവസമായിട്ട് അരുണിനെ ശ്രദ്ധിക്കുക. എന്തോ വലിയ മാറ്റം വന്നതുപോലെ, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും. അതെ, ഞാനോ അമ്മയോ എന്ത് പറഞ്ഞാലും അരുൺ ഇപ്പൊ ചാടി കടിക്കാൻ നിൽക്കുക. അച്ഛൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് തന്നെ അരുൺ പലപ്പോഴും മാറി നിന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അത് പിന്നെ അരുൺ അങ്ങനെ വരാൻ ഐശ്വര്യ പറഞ്ഞത് ശരിയാവാനാണ് വഴി. നമ്മളിനി അരുണിനെ കൂടുതൽ ശ്രദ്ധിക്കണം. ഈശ്വര, അരുൺ അത് പ്രശ്നമാവുമല്ലോ ആദ്യേട്ടാ. പ്രശ്നമാവും. ഐശ്വര്യയുടെ സ്വഭാവം നിനക്കറിയാലോ. വെട്ടൊന്ന് തുണ്ട് രണ്ടെന്നുള്ള പ്രകൃത. അവർ തമ്മിലുള്ള ബന്ധം തകരാൻ അത് മതി. ഈശ്വര, അങ്ങനെ ആരും സംശയിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കരുതേ എന്നാ എന്റെ പ്രാർത്ഥന. വാസുട്ടെ, ചായ. ദേവകി, എന്താ വാസുട്ട? ശ്യാമി അകിമോനെ ഒന്ന് വിളിച്ചേ. ശ്യാമേ, മോളെ. ശ്യാമമോള് പാടിയ പാട്ടിനാണല്ലോ വിസ്മയക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. എന്താ എന്താ വാസുട്ട കാര്യം? ഇത് നോക്കിയേ മോളെ, അരുന്ധതി എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പാടിച്ച പാട്ടില്ലേ, ആ പാട്ടിന് വിസ്മയക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നു. ഇതാ നോക്ക്. ഇത് ചതിയാണല്ലോ ഈശ്വര. സംഗീതത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നായത്. നഷ്ടപ്പെട്ടത് എൻ്റെ മോള്, വിധിച്ചത് വിസ്മയിക്കും.
വെറുതെ ആർക്കെങ്കിലും വേണ്ടി പാടിയ പോരാ. ആ ഇതൊക്കെ കിട്ടാനേ തലയിൽ എഴുത്തുകൂടി വേണം. ഇവിടെ ഒരുത്തിക്ക് അതില്ലല്ലോ. എന്റെ കുഞ്ഞ് അത്രയ്ക്ക് കഷ്ടപ്പെട്ടു. ഈ അവാർഡ് ഇവൾക്കായിരുന്നെങ്കിൽ ഈ വീട്ടിലിപ്പോ എത്ര സന്തോഷം നിറഞ്ഞേനെ. എല്ലാം എന്റെ പിടിപ്പുകേടാച്ച. ആ മോള് വിഷമിക്കണ്ട, കഴിഞ്ഞതോ കഴിഞ്ഞു, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അഖിൽ സാറും അച്ഛനും ആരും പറഞ്ഞ വാക്ക് ഞാൻ കേൾക്കാത്തതിന്റെ ഫലമാ എനിക്ക് കിട്ടിയത്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. ചേച്ചി കരയല്ലേ? ക്ഷമ. എന്റെ മോള് ഈശ്വര. ശ്ശോ, എന്റെ കൃഷ്ണ, ഇന്ന് ഞാൻ നിനക്കൊരു തുളസിമാല ചാർത്തിയേക്കാം. അവക്ക് അവാർഡ് കിട്ടാത്തത് എന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ അവളുടെ പത്രാസ് ഞാൻ സഹിക്കേണ്ടി വന്നേനെ. ആ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി. അയ്യോ, കാക്കച്ചി കൊത്തിപ്പോയി. ശ്യാമ, ശ്യാമ പറയുന്ന കേക്ക്, താനൊന്ന് സമാധാനിക്ക്. ശ്യാമ കരയില്ലേ? അതെ സർ, ശരിയാ. അതെ സർ, ഏറ്റവും വലിയ അംഗീകാരമാ. താങ്ക് യു സർ. ഓ ഹലോ. ആ മാഡം, ഞാൻ എപ്പോഴേ ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഗായികയാണ് വിസ്മയ. അവാർഡ് കിട്ടിയതിൽ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. ഒരുപാട് സന്തോഷം. മാഡം, ഞങ്ങൾ ജർമ്മനിയിൽ നിന്നാണ്. മാഡത്തിന് അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷം. ഓ താങ്ക് യു സോ മച്ച്. ഓ ശരി, വിളിച്ചതിന് നന്ദി. താങ്ക് യു. മോളെ, ആ മമ്മി, അഭിനന്ദിക്കാൻ വിളിക്കുന്നവരുടെ കോൾ അറ്റൻഡ് ചെയ്ത് ഞാൻ മടുത്തു. കുറച്ച് സമയത്തേക്ക് മോള് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്ക്. എത്രയെന്ന് പറഞ്ഞ മറുപടി പറയാ? മോള് തളർന്നു വീഴില്ലേ? ഞാൻ ആ വസുന്ധര ഒന്ന് വിളിക്കട്ടെ. മോളെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഇനിയും എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റിയ അവസരം ഇത്. ഓ അന്നാ വസുന്ധര മാഡത്തിന്റെ അവിടുത്തെ ഫംഗ്ഷൻ, അത് വീണ്ടും ഓർമ്മിപ്പിക്കല്ലേ മമ്മി. ഇപ്പൊ ഉള്ള ഈ വലിയ സന്തോഷം കളയല്ലേ? അതല്ല മോളെ, അവരുടെ മനസ്സിൽ നിന്ന് തീർത്തും ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. പിന്നെ നിനക്ക് വേണ്ടി ശ്യാമയെ കൊണ്ട് പാടിക്കാൻ അവരുടെ സഹായം വേണ്ടിവരും. അല്ലാതെയും ചില ലക്ഷ്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. എന്തായാലും വസുന്ധര ഞാനൊന്ന് വിളിക്കട്ടെ. ഇപ്പൊ വിസ്മയെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന ബാക്കി സംശയം തീർന്നു. ഇന്ന് വാർത്തയുണ്ട്, വിസ്മയ്ക്ക് ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള അവാർഡുണ്ടെന്ന്. അവാർഡ് പ്രഖ്യാപിച്ചത് ശരിയാ, അത് വിസ്മയ്ക്കുള്ളതാണ്, അതൊക്കെ. പക്ഷേ ആ പാട്ട് പാടിയത് ശ്യാമയാണ്.
അത് ശ്യാമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. എനിക്കറിയാം. ആനന്ദേട്ടനെ ഞാൻ വിശ്വസിക്കാം. പക്ഷേ ആ ശ്യാമ ഓരോന്ന് പറഞ്ഞ് ആനന്ദേട്ടനെ വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ആവില്ലമ്മേ. അച്ഛനല്ലേ പറയുന്നത്, അത് സത്യമായിരിക്കും. ഞാൻ വിശ്വസിക്കില്ല. എന്തായാലും ആ പാട്ട് റെക്കോർഡ് ചെയ്തത് ഏതെങ്കിലും സ്റ്റുഡിയോയിലായിരിക്കുമല്ലോ. അവിടെ മ്യൂസിക് ഡയറക്ടറുടെയും മറ്റൊരുപാട് പേരുടെയും മുന്നിൽ വെച്ച് വിസ്മയ്ക്ക് പകരം ശ്യാമ പാടുക. ഇംപോസിബിൾ. ഒരിക്കലും നടക്കില്ല. ആ അരുന്ധതി, ഞാൻ വാർത്ത അറിഞ്ഞ് അങ്ങോട്ട് വിളിക്കാനിരുന്നതാ. വിസ്മയ അടുത്തുണ്ടോ? ഒന്ന് ഫോൺ കൊടുക്കൂ. ഞാൻ നേരിട്ടൊന്ന് അവളെ അഭിനന്ദിക്കാനാ. ഓക്കെ, ഡാ മോളെ, നേരിട്ട് വസുന്ധരയ്ക്ക് നിന്നെ അഭിനന്ദിക്കണമെന്ന്. ഹലോ മാഡം. മോളെ, കൺഗ്രാറ്റുലേഷൻസ്. പ്രശസ്ത ഗായിക വിസ്മയക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു മാഡം. ആ, ഇനി മമ്മിയുടെ കയ്യിൽ കൊടുക്ക്, ഞാൻ സംസാരിക്കാം. ആ ശരി മാഡം. ആ വസുന്ധരെ, അന്ന് മോൾക്ക് ഇവിടെ വെച്ച് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായി. സോറി. സോറിയോ? അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു. അന്ന് ഞാൻ വിസ്മയെക്കുറിച്ച് കുറച്ച് സമയത്തേക്കെങ്കിലും തെറ്റിദ്ധരിച്ചു. ഇപ്പൊ എല്ലാം ബോധ്യമായി. ശ്യാമ തന്നെ എല്ലാത്തിനും തെറ്റുകാരി. വസുന്ധര സത്യം തിരിച്ചറിഞ്ഞല്ലോ, അത് മതി. സന്തോഷം. അപ്പൊ നേരിൽ കാണാം. ശരി, കാണാം നമുക്ക്. കണ്ടോ അമ്മേ, വിസ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ഇനി അവളെ പിടിച്ച പിടിയിട്ടില്ല. അന്ന് അക്കിക്ക് വേണ്ടി അവളുടെ പ്രപ്പോസൽ വേണ്ടാന്ന് വെച്ചത് വളരെ അബദ്ധമായിപ്പോയി. അത് വേണ്ടാന്ന് വെച്ചല്ലോ. ഇടയ്ക്ക് അവള് ആ ശ്യാമ വന്ന് എന്റെ അഖിമോന്റെ തലയിൽ കയറിയതല്ലേ. ഞാനറിയാതെ ഇവിടെ എല്ലാരും കൂടി എന്റെ അഖിമോന്റെ ഭാവി തൊലച്ചു. ഇപ്പൊ ആ വേദന സഹിക്കാൻ ഇവിടെ ഞാനും. ഒക്കെ എന്റെ വിധി. ആ വിസ്മയെ കൂടി ഇവിടെ അക്കിയുടെ ഭാര്യയായിട്ടുണ്ടായിരുന്നെങ്കിലേ ഇവിടെ ഞാനും പിന്നെ വിസ്മയും 2 സെലിബ്രിറ്റി ആയനെ. ആ ഇവിടെ ആർക്കും അതിന് യോഗമില്ല. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, എല്ലാം നഷ്ടപ്പെട്ട പോലെ. അപ്പൊ എങ്ങനെയോ അവാർഡ് കിട്ടിയ വാർത്ത ഇവൾ അറിഞ്ഞു. ദുഃഖിച്ച് ചാരിയിരിക്കുന്നു. ആ ഇരിപ്പ് കാണാൻ തന്നെ എന്ത് രസം.
എന്താ ഇത്? ദാ പിടിക്ക്, ഇത് നിനക്കുള്ളതാ. എന്താ ഇത്? ദാ പിടിക്കുന്നേ. എന്താ ഇത്? എന്തിനാന്ന് പറയും. കണ്ടിട്ട് മനസ്സിലായില്ലേ? പൂച്ചയുണ്ട്.